കുഞ്ഞു കുഞ്ഞ് എയ്ഡൻ അലനാണ് അടുത്ത പരിപാടിക്കായി വരുന്നത്. നമുക്ക് എയ്ഡനെ വേദിയിലോട്ട് ക്ഷണിച്ചാലോ? എയ്ഡൻ, പ്ലീസ് കം ഫോർ എ ബ്യൂട്ടിഫുൾ സോങ്. എയ്ഡൻ വന്നുകൊണ്ടിരിക്കുകയാണ്. There we go. So what's going next is we're all very excited. They're just arranging the cake and everything. And our committee members are arranging the cake and wine on the background for everyone to distribute to everyone. So all will get it. Wow, who is that? There's a call coming. Let me just go. Yay! Merry Christmas! There we go, Santa!
boys falling all around me. Children playing, having fun. It's the season, love and understanding. Merry Christmas, everyone. Got the parties and celebrations. People dancing all night long. Time for presents and exchanging kisses. Time for singing Christmas songs. We're gonna have a party tonight. I'm gonna find that bell underneath the mistletoe. Kiss my candlelight. Room is swaying, echoes play. All the old songs love to hear. All I whisper every day was Christmas. What a nice way to spend the year. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. You can choose randomly. Oh, we go to our apples. Apples? Apples. So, we're going to do some tongue lolly, red lolly, yellow lolly, yellow lolly, red lolly, yellow lolly. Andy, do you think we should go to an adult next? Yeah, why not? We can. Adultsന്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് റെഡി എന്ന്. സോ ഇതൊരു ടങ് ട്വിസ്റ്റർ ആണ്. നാക്ക് കൊടുക്കാതെ പറയുക എന്തൊരു ചലഞ്ച്. റെഡിയാണോ? റെസ്പോൺസ് ഒന്നും ഇല്ല. അതിനകത്ത് എല്ലാവരും റെഡിയാണെന്നാണ്. സോ എനിക്ക് തന്നെ പറയാൻ പറ്റുമെന്ന് ഉറപ്പില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. തച്ചൻ ചെത്ത തച്ചെത്തി തടിച്ച് ചെത്തച്ചെത്തി. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഇവിടെ ആരൊക്കെയോ റെഡി ആയിട്ട് ഇരിക്കുന്നത് പറയുന്നേ. അത് വേണ്ടി ശിവജിച്ചൊന്ന് പറഞ്ഞോക്കെ. ഒരു പ്രാവശ്യം കൂടെ പറയണം. ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ട്, പക്ഷെ ശിവജിക്ക് അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വെച്ച് പിടിക്കാം നമുക്ക്. തച്ചൻ തച്ചെത്തി തടിച്ച് തച്ചെത്തി. ചേട്ടാ ഒന്ന് പറഞ്ഞോക്കെ. തച്ചൻ ചെത്ത തച്ചെത്തി തടിച്ച് ചെറിയ കഴിഞ്ഞിട്ടുണ്ട്. തച്ചൻ തച്ചെത്തി തടിച്ച് തച്ചെത്തി. ബാക്കിയുള്ള മാറാതെ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. അതിന് തെറ്റായിരുന്നു. സബീബിച്ചാരെ നോക്കിയിട്ട് പാട്ട് നോക്കുന്നതായിരിക്കും. Pachan Chakti. Pachan Chakti. ബീബിച്ചാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്റെ അപ്പുറത്തേക്ക് ചേട്ടൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചിരിക്കാലോ. തച്ചൻ തച്ചത്തി തടിച്ചു തച്ചത്തി. ഫൈനലി നമുക്കൊരു വിന്നറെ കിട്ടി. വിന്നർക്ക് സമ്മാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചേട്ടൻ കമ്മിറ്റി മെമ്പേഴ്സ് ഇവിടെ റഫറൽ ടിക്കറ്റ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് വന്ന് വിന്നറിനെ കൊണ്ട് ഒരു ടിക്കറ്റ് എടുപ്പിക്കുന്നതായിരിക്കും. Come on. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് വിന്നറിന് മാത്രമേ ചാൻസ് ഉള്ളൂ. വിന്നറിന് മാത്രമല്ല, അവരെല്ലാവരുടെ അടുത്ത് കൂടി വരുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ആണ് സമ്മാനം. സോ മേക്ക് ഷുവർ നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് റെഡിയായി വിജയികളാകാൻ കാത്തിരിക്കുക. റെഡിയാണോ? അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ 20ാമത്തെ വാർഷികത്തിൽ ഞങ്ങളെ ക്ഷണിച്ചതിനും
ഞങ്ങളെ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ക്രിസ്മസ് അല്ലേ, നമുക്ക് ഒത്തിരി നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും എല്ലാം നമ്മൾ കേട്ട് കടന്നുപോയ പാട്ടാണ്. വളരെ ഹിറ്റായ പാട്ട് ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. വട്ടയപ്പം അല്ലേ, വട്ടയപ്പം പാടിയല്ലോ. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടല്ലേ? ഓക്കെ അല്ലേ? നിങ്ങളെ ഡാൻസ് കളിച്ചാൽ മാത്രമേ ഒത്തിരി അടിച്ചുപൊളി പാട്ടുകൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. അതുകൊണ്ട് എല്ലാവരും ഡാൻസ് കളിക്കാനായിട്ട് തുള്ളാനായിട്ടൊക്കെ തയ്യാറായിരിക്കുക. ആദ്യം ഇവിടെ വന്ന് ഡാൻസ് കളിച്ച് കൊച്ചു കുട്ടികളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ അവര് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും റെഡിയാണെന്ന് തോന്നുന്നു. റെഡിയല്ലേ? ഹലോ ഹലോ, ഓക്കെ. അന്നൊരു രാവിൽ മിന്നണ രാവിൽ കണ്ണാടി കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞണിപ്പൂക്കൾ ഉച്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകരുണ്ണി പിറന്നേ. പിന്നിലോ താരകം, മണ്ണിലോ ആരവം, നെഞ്ചിലോ വാങ്ങടിയോ പാരാകെ ഊരാകെ രാവാകെ രാവാനേ വീരാനേ. വട്ടയപ്പം എന്തെങ്കിൽ താട്ടേ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. വട്ടയപ്പം എന്തെങ്കിൽ താട്ടേ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. എന്തെങ്കിൽ താട്ടേ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. വട്ടയപ്പം എന്തെങ്കിൽ താട്ടേ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. കാത്തിടുന്നവർ കാലംബമാകും, കാൽവരിയിലെ കണ്ണീരുവാക്കും, കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ ആകെ. ഞാൻ നോട്ടിംഗ്ഹാമിൽ നിന്ന് നിങ്ങളുടെ പ്രസിഡൻ്റായ ശ്രീ ജസിൻ ചേച്ചിയുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളെല്ലാവരും കാണാനും എൻ്റെ ഒരു ചെറിയ ഒരു ഐറ്റം, അതായത് ഫ്യൂഷൻ ഓഫ് മോണാക്ട് ആൻഡ് മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ജസിൻ ചേച്ചിക്കും നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങിയാണ്. ആദ്യമായി ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ ചെറിയ ചെറിയ ഐറ്റംസ് വിറ്റ് ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചില പാവങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ഒരു അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഉപജീവന മാർഗ ബസ് സ്റ്റാൻഡുകളിൽ വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ചെറിയൊരു പ്രൊഡക്റ്റിൻ്റെ വിൽപ്പനയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വാദം വാതെറുപ്പ് തെറുപ്പത്തണ്ട് വന്ന ചെമ്പടിക്കും ചുമച്ചാൽ കവുമില്ല. ഇടയ്ക്കിടെ കോട്ടുമായിട്ട് എഴുന്നേൽക്കാരും നിൽക്കാറുമുണ്ടോ? പാറവെള്ളം മരങ്ങളും ചാട് കിടക്കുന്ന കരിമാന്തികളെ ചാരത്തിൽ നിന്ന് പരിമരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ കരിമാന്തി രസായനം എടുക്കട്ടെ ഒരു സാമ്പിൾ. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ ഐറ്റം ഇഷ്ടമായെങ്കിൽ എന്നെ കഴിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും അപേക്ഷിക്കുന്നു. അടുത്തതായി ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കുയിലിൻ്റെ ശബ്ദമാണ്. അടുത്ത ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്
തിരമാലയുടെ ശബ്ദമാണ്. അടുത്തതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മരം മുറിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പോൾ ഉള്ള മെഷീനിലാണ്. പഴയ കാലത്ത് മരം മുറിക്കുന്ന ശബ്ദം എങ്ങനെയെന്ന് നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. താങ്ക് യു. അടുത്ത ഐറ്റം ഒരു അമ്മയാടും കുഞ്ഞാടും നമ്മുടെ ലൊക്കേഷനാണ്. അതായത് അമ്മയാടും കുഞ്ഞാടും മേയാൻ പോകുന്നു, അതിനുശേഷം അവർ തമ്മിൽ കാണാതാവുന്നു, പിന്നീട് കണ്ടുമുട്ടുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെന്ന് നമുക്ക് കേട്ടു നോക്കാം. തമ്മിൽ കാണുന്നില്ലായിരുന്നു, അതിനുശേഷം അവർ കണ്ടുമുട്ടതിന് ശേഷം അമ്മയോടും കുഞ്ഞോടും. അടുത്തതായി രണ്ട് പൂച്ചകൾ തമ്മിൽ കടുപിടി ഒരു ചക്കിപ്പൂച്ചയും മീൻ കിട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാട്ടിൽ അവരുടെ ഒരു സംസാരം എങ്ങനെയെന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ ഒരു എളിയ ശ്രമം. മനസ്സിൽ മധുരം ചാത്തി
രക്ഷകൻ ദാഹം തീർക്കും ചോരയാൻ മനസ്സിൻ മടിയിൽ വന്നിതാ സങ്കടമെല്ലാം ദൂരെ വെക്കും ചർമ്മ സംഗീതം സന്തതമായി സുഖമെടുക്കും സുന്ദര സംഗീതം കേൾക്കയാ കേൾക്കയാ മിന്നി മിന്നി മിന്നിതാ പാരിന്റെ രക്ഷകൻ ചൊന്നിതാ രക്ഷകൻ ജാലനായി വന്നിതാ താരശോഭയോടെ ഇന്നിതാ ഭജനം മധുരം ചാത്തി ഭജനം മനസ്സിൽ ചാത്തി ക്രിസ്മസ് സംഗീതം ദൂരെ ദൂരെ കേൾക്കുന്നു മഴയായി മെല്ലെ മെല്ലെ പെയ്യുന്നു കണ്ണുതെളിഞ്ഞല്ലോ ഉണ്ണി വീറന്നല്ലോ നിലാവിൽ നിലാവിൽ കണ്ണുതെളിഞ്ഞല്ലോ Thank you. അടുത്തത്